കാറ്റാടിക്കടവ് എന്ന ഗ്രാമത്തിലാണ് രവീന്ദ്രനും സാവിത്രിയും സ്നേഹത്തോടെ ജീവിതം തുടങ്ങിയത്. കല്യാണം കഴിഞ്ഞ് ഉടൻ തന്നെ സാവിത്രി ഗർഭിണിയായി. അത് അവരുടെ ബന്ധം കൂടുതൽ അർത്ഥവത്താക്കി. അങ്ങനെ 10 മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ സാവിത്രി ആഗ്രഹിച്ചതുപോലൊരു പെൺകുഞ്ഞിന് ജന്മം കൊടുത്തു. അവൾ മീര. അവൾ അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹത്തിൻ്റെ കുടിലിൽ സ്വപ്നങ്ങൾ നെയ്തുകൂട്ടി ചിറക് വിടർത്തി ജീവിച്ചവളായിരുന്നു. കൃഷ്ണൻ അവളുടെ ജീവിതത്തിൽ കടന്നു വന്ന നാൾ തൊട്ട് അവളുടെ ജീവിതം മാറി. പഴയ മീര ഇന്നില്ല. മീര എന്തിനെയൊക്കെയോ അവൾ ആഗ്രഹിച്ചിരുന്നു. കൈവിട്ടു പോയ ജീവിതത്തെ അവൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. രാധ ഒരുപാട് വിരഹത്തിൽ മുങ്ങിയവളായിരുന്നു. എങ്കിൽ മീര അതിൻ്റെയും അപ്പുറമാണ്. കൃഷ്ണൻ രാധയാണ് പ്രണയിച്ചതെങ്കിൽ കൃഷ്ണനെ പ്രണയിച്ചത് മീരയായിരുന്നു. മീര അവൾ ഒന്നും ആഗ്രഹിക്കാതെ പ്രണയിച്ചവളായിരുന്നു. ഒന്നിനെയും ആഗ്രഹിക്കാതെ ഒന്നിനെയും പ്രതീക്ഷിക്കാതെ കൃഷ്ണനെ മാത്രം ആഗ്രഹിച്ച് ജീവിച്ചവൾ. സംഗീതത്തെയും പുസ്തകത്തെയും പ്രണയിച്ചവൾ. അവസാനം അവൾ തിരിച്ചറിഞ്ഞു തുടങ്ങി അവൾക്ക് അവൾ മാത്രമേ ഉള്ളൂ എന്ന്. അവൾ പ്രണയിച്ചു സംഗീതത്തെയും പുസ്തകത്തെയും അവളുടെ ജീവിതത്തെയും. അവൾ എഴുതി അവളുടെ മനസ്സ്, അവളുടെ ജീവിതം. അവളുടെ ലോകത്ത് അവൾ ഒതുങ്ങി. നാളേക്ക് എന്നൊരു ചിന്തയില്ലാതെ ഒരുപാട് പേരുടെ മനസ്സിൽ അവൾ ജീവിക്കുന്നു.